പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തുടക്കമാകും. 206 രാജ്യങ്ങളിൽ നിന്നായി 10,714 താരങ്ങളാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സ് ചരിത്രത്തിലാദ്യമായി നദിയിൽ മാർച്ച് പാസ്റ്റ് നടത്തുമെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ശരത് കമലും PV സിന്ധുവുമാണ് ഇന്ത്യയുടെ പതാകവാഹകർ. ഗ്രീസിലെ ഒളിമ്പിയയിൽ നിന്നും കൊളുത്തിയ ദീപശിഖ രാജ്യങ്ങളും നഗരങ്ങളും പിന്നിട്ട് സെൻ നദിക്കരയിലെത്തുമ്പോൾ ഒളിമ്പിക്സിന്റെ പുതിയൊരു ചരിത്രത്തിന് തിരിതെളിയും. ലോക കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന 16 നാൾ നീണ്ട പോരാട്ടത്തിന്റെ സാക്ഷിയായി ദീപശിഖ സെൻ നദിക്കരയിൽ ജ്വലിക്കും. ഒളിമ്പിക്സിൽ ആദ്യമായി നദിയിലൂടെ കായിക താരങ്ങൾ മാർച്ച് ചെയ്യും. ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഫ്രീജ് തൊപ്പിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഫ്രീജാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. 37 വേദികളിലായാണ് പാരീസ് ഒളിമ്പിക്സ് അരങ്ങേറുക. ആറ് കിലോമീറ്റർ നീളമുള്ള സെൻ നദിയിലൂടെ 100 ബോട്ടുകളിൽ 206 രാജ്യങ്ങളിൽ നിന്നുള്ള 10,700 ഒളിമ്പിക് താരങ്ങൾ മെഡൽ ലക്ഷ്യം വെച്ചെത്തും. ഫ്രാൻസ് തലസ്ഥാനം ഒന്നാകെ സ്റ്റേഡിയമായി മാറും. ഇന്ത്യൻ സമയം രാത്രി 11-നാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാവുക. ട്രക്കദേരോ ഉദ്യാനത്തെയും ഈഫൽ ടവറിനെയും ബന്ധിപ്പിക്കുന്ന യേന പാലത്തിൽ ഉദ്ഘാടന സമ്മേളനം അരങ്ങേറും. സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ ചടങ്ങിനെത്തുന്നവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 110 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഔദ്യോഗിക അറിയിപ്പ്. ഒരു നൂറ്റാണ്ടിനിപ്പുറം ഒളിമ്പിക്സ് വീണ്ടും പാരീസിലേക്ക് എത്തുമ്പോൾ വൈവിധ്യമാർന്ന സംഘാടനത്തിനാണ് ഫ്രഞ്ച് സർക്കാർ നേതൃത്വം നൽകിയിരിക്കുന്നത്. ചരിത്രവും സംസ്കാരവും മുദ്രചാർത്തിയ ഫ്രാൻസിന്റെ നേർക്കാഴ്ച ഫ്രഞ്ച് സംവിധായകനും നടനുമായ 117-അംഗ സംഘമാണ് ഇന്ത്യയെ പാരീസിൽ പ്രതിനിധീകരിക്കുക. ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമൽ, ഒളിമ്പിക്സ് മെഡൽ ജേതാവായ PV സിന്ധു എന്നിവർ ഇന്ത്യൻ പതാക ഏന്തും. 16 ഇനങ്ങളിലാണ് ഇന്ത്യക്ക് മത്സരം. 29 അംഗങ്ങളുള്ള അത്ലറ്റിക്സ് ടീമാണ് ഇക്കുറി ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയിൽ മുന്നിൽ. വ്യക്തിഗത ഇനങ്ങളിൽ നീരജ് ചോപ്ര, PV സിന്ധു, ദീപിക കുമാരി തുടങ്ങി പ്രതീക്ഷയുള്ള താരങ്ങൾ ഏറെ. 7 മലയാളികളാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഹോക്കി ഇതിഹാസം PR ശ്രീജേഷ്, HS പ്രണോയ്, അബ്ദുള്ള അബൂബക്കർ, പുരുഷ 4x400 മീറ്റർ റിലേ ടീമിലെ മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, മിജോ ചാക്കോ കുര്യൻ, ഡൽഹി മലയാളി അമോഷ് ജേക്കബ് എന്നിവരടങ്ങുന്നതാണ് മലയാളി സംഘം. ജിയോ സിനിമ, സ്പോർട്സ് 18 TV, DD സ്പോർട്സ് എന്നിവയിലൂടെ പാരീസ് ഒളിമ്പിക്സിന്റെ ലൈവ് ഇന്ത്യയിൽ കാണാം. ഒളിമ്പിക്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.